ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി പോകുന്നത് ദ ഫ്രാഗ്മെന്റ് ഓഫ് ദ ഫ്ലവർ എന്ന് പറയുന്ന ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 അതിലെ രണ്ടാമത്തെ എപ്പിസോഡാണ്. വളരെയധികം ഫീൽ ഗുഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് ആനിമെ സീരീസ് ആണ്. സോ ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. മറക്കണ്ട, പറഞ്ഞു വെച്ചിപ്പിക്കാതെ നേരെ എപ്പിസോഡിലേക്ക് പോകാം. തന്നെ നമ്മുടെ രണ്ടാറോ ആണെങ്കിൽ വഗൂരിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രണ്ടാറോനെ എല്ലാ ആൾക്കാരും ഒരു ബാഡ് ഗൈ ആയിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ വഗൂരി മാത്രം രണ്ടാറോനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു. എന്നെ കാണുന്ന സമയത്ത് പേടിച്ചോടുന്നില്ല, വളരെയധികം കൈൻഡ് ആയിട്ടാണ് അവൾ എന്നോട് പെരുമാറുന്നത്. എല്ലാം മാത്രമല്ല, എന്റെ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്കൂളിലുള്ള ഹൈസ്കൂളിലെ ഒരു പെണ്ണാണ്. കട്ടനടിച്ച് നമ്മുടെ രണ്ടാറോ ആണെങ്കിൽ അവളെ കാണാതിരിക്കാൻ വേണ്ടി ഒളിച്ചൊരു സ്ഥലത്ത് നിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രണ്ടാറോന്റെ ഒരു ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. സോ അവൻ വളരെയധികം ദേഷ്യത്തോടെയും വിഷമത്തോടെയും പറയുകയാണ്, വൃത്തികെട്ട കിക്കിയോ സ്കൂളിലുള്ള പെമ്പിള്ളാരുണ്ടല്ലോ, എന്നെ എവിടെ വെച്ച് കണ്ടാലോ അവരൊരു വൃത്തികെട്ട രീതിയിലാണ് നോക്കുന്നത്. വൃത്തികെട്ടവനായിട്ടുള്ള രീതിയിലാണ് അവരെല്ലാരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കാണുന്ന സമയത്ത് എനിക്കും അങ്ങ് ദേഷ്യം കയറി വരികയാണ്. തേങ്ങയ്ക്ക് വേണ്ടിയാണ് ഈ വൃത്തികെട്ട ചിതോരി സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തത്. എനിക്ക് വേറെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വൃത്തികെട്ട സ്കൂളിൽ ജോയിൻ ചെയ്തത്. സമയത്ത് തന്നെ അങ്ങോട്ട് രണ്ടുപേര് വരികയാണ്. സോ അവരും കിക്കിയോ ഹൈസ്കൂളിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാറോ ആണെങ്കിലോ അത് ബോധമൊന്നും ഇല്ലാത്തതുപോലെയാണ് ഇരിക്കുന്നത്. സോ നമ്മുടെ രണ്ടാറോ ഇരിക്കുന്ന സ്ഥലത്തെ കർട്ടൻ എന്തിനാണ് അടച്ചിട്ടിരിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. രണ്ടാറോ ആണെങ്കിൽ വേറെ എന്തോ ചിന്തയിലാണ്. സോ ഇവര് പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ചിതോരി സ്കൂൾ എന്ന് പറഞ്ഞ ഈ സ്കൂളിനെ അവർ കുറച്ചാണ് കാണുന്നത്. ഗേൾസ് പഠിക്കുന്നത് വളരെയധികം ലക്ഷറീസ് ആയിട്ടുള്ള ഒരു വലിയ സ്കൂളിലാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാരോടൊന്നും അവിടുത്തെ ഗേൾസ് സംസാരിക്കാനേ പോകുന്നില്ല. ഒരു വൃത്തികെട്ട രീതിയിലാണ് അവിടുത്തെ ഗേൾസ് കാണുന്നത്. ഈ പറയുന്നതൊന്നും നമ്മുടെ രണ്ടാറോ കേൾക്കുന്നില്ല. നമ്മുടെ രണ്ടാറോ വേറെ ഏതോ ഒരു ലോകത്തിലാണ്. നീ എന്തിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്? നിനക്ക് ആ ഗേൾസിനോടൊക്കെ ദേഷ്യം തോന്നുന്നുണ്ട് അല്ല? എനിക്ക് ആരോട് ദേഷ്യമില്ലെന്നുമായിട്ട് നമ്മുടെ രണ്ടാറോ അടിക്കി എഴുന്നേക്കുന്നത് പോലെ എഴുന്നേക്കുകയാണ്. അതിനുവേണ്ടിയാണ് നീ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നതെന്ന് ബാക്കിയുള്ളവർ ചോദിക്കുന്ന സമയത്ത് അത് അറിയാതെ ദേഷ്യപ്പെട്ടതാണെന്ന് നമ്മുടെ രണ്ടാറോ പറയുന്നു. രണ്ടാറോ കർട്ടൻ പോയി തുറന്നിടുകയാണ്. നമ്മുടെ രണ്ടാറോയ്ക്ക് ക്ലാസ്സിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. സോ വഗൂരിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രണ്ടാറോ ഇരിക്കുകയാണ്. പെട്ടെന്ന് റിയാക്ട് ചെയ്ത് കർട്ടനൊക്കെ പെട്ടെന്ന് അടച്ചപ്പോൾ അവൾ എന്ത് വിചാരിച്ച് കാണും? ഒരു സ്കൂള്, അവൾ കിക്കിയോ സ്കൂള്, ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും ചേരത്തില്ല. അവൾ ഇനിയും എന്റെ ബേക്കറി വരാനും പോകുന്നില്ല. ഇനി ഇതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തൊക്കെയാണെങ്കിലും സംഭവിച്ചതൊക്കെ നല്ലത് തന്നെ ആകട്ടെ എന്നുമായിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് സ്കൂളിൽ നിന്ന് തിരിച്ച് നമ്മുടെ രണ്ടാറ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. തന്നെ അവരെല്ലാവരും ആ സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഒരുപാടധികം സ്റ്റുഡൻസ് എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവരും കൂടെ വന്ന് നോക്കുന്ന സമയത്തായിരുന്നു ഒരു കാര്യം കാണുന്നത്. വഗൂരിയാണെങ്കിൽ ചിതോരി സ്കൂളിന്റെ മുമ്പിൽ ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഇവിടെ ചെയ്യുന്നതുമായിട്ട് നമ്മുടെ രണ്ടാറോ ഷോക്ക് ആവുകയാണ്. ചുമന്ന മുടിയുള്ള രണ്ടാറോന്റെ കൂട്ടുകാരനെ നമുക്ക് ഇനി UG എന്ന് വിളിക്കാവേ. സമയം തന്നെ നമ്മുടെ UG എന്നിട്ട് വഗൂരിനോട് ചോദിക്കുകയാണ്, നീ കിക്കിയോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്ന് നമ്മുടെ വഗൂരി പറയുകയാണ്. ഉജിയാണെങ്കിൽ വളരെയധികം ദേഷ്യപ്പെട്ട് വഗൂരിനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യം വന്ന് നമ്മുടെ രണ്ടാറോ, നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതെന്നുമായിട്ട് അവൻ ഇങ്ങനെ തൂക്കി പിടിക്കുകയാണ്. രണ്ടാറോ, നീ പറഞ്ഞ കേട്ടോ, ചിതോരി സ്കൂളിൽ പഠിക്കുന്ന ഒരുത്തിന് വേണ്ടിയാണ് അവൾ ഇവിടെ കാത്തിരുന്നുകൊണ്ടിരിക്കുന്നത്. കൊതിയാവുന്നു, എനിക്കും ഒരു ഗേൾ ഫ്രണ്ടിനെ വേണം എന്നുമായിട്ട് നമ്മുടെ UG കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ രണ്ടാറോ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവൻ എന്തുവാണ് ഭ്രാന്ത് പിടിച്ചോ? ഇതേ സമയത്ത് തന്നെ കിക്കിയോ ഹൈസ്കൂളിൽ നിന്ന് രണ്ട് പെണ്ണുങ്ങളാണെങ്കിൽ നമ്മുടെ വഗൂരിനെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി വരികയാണ്. ഇതിനാണ് ഈ സ്ഥലത്തോട്ട് വന്നത്, നീ ഒരിക്കലും ഇങ്ങോട്ടൊന്നും വരാൻ വേണ്ടി പാടില്ല. അങ്ങനത്തെ വൃത്തികെട്ട സ്കൂളൊന്നും നീ നോക്കാനോ പോരാ, നീ നിൽക്കാൻ പോലും പാടില്ല. വഗൂരിനെ അവർ വിളിച്ചോണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ UG ആണെങ്കിൽ നമ്മുടെ വഗൂരിനോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നുകൊണ്ടിരുന്ന പെൺകുട്ടിയാണെങ്കിൽ വഗൂരിന്റെ കൈ തട്ടി മാറ്റുകയാണ്. നമ്മുടെ വഗൂരിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. നമ്മുടെ രണ്ടാഴ്ച ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയായിരുന്നു. കാണിക്കുന്നത് അവർ നടന്ന് കരോക്കിക്ക് പൊക്കോണ്ടിരിക്കുന്നതാണ്. സോ നമ്മുടെ രണ്ടാറോ ആണെങ്കിൽ അവളെ കുറിച്ച് ആലോചിക്കുന്നത് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാറോന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ കിക്കിയോ ഹൈസ്കൂളിൽ പഠിക്കുന്ന ആ പെൺകുട്ടികളെ കുറിച്ചൊക്കെ ഓരോ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയം തന്നെ നമ്മുടെ രണ്ടാറോ ആണെങ്കിൽ നമ്മുടെ വഗൂരിനെ കുറിച്ച് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നത് എന്നെ കാണാനായിരിക്കുമോ? ഓ അല്ല, അത് വെറും ഒരു കോയിൻസിഡൻസ് ആയിരിക്കും. വേറെ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോഴുള്ള ഒരു വൃത്തികെട്ടവനെ ആരാ കാണാൻ വേണ്ടി വരുന്നത്? എന്തൊക്കെയാണെങ്കിലും അവളെ ഞാൻ വീണ്ടും പേടിപ്പിച്ചു വിട്ടെന്നാ തോന്നുന്നത്. പക്ഷെ അവളെ കണ്ട സമയത്ത് എനിക്കൊരു ഹാപ്പി ഫീലിംഗ് പോലാണ് തോന്നിയത്. എന്തായിരിക്കും അങ്ങനെ തോന്നിയ സമയത്ത് തന്നെ നമ്മുടെ UG ആണെങ്കിൽ പുറകിലേക്ക് നോക്കി, രണ്ടാരോ നീ എന്തുവാണ് ഇങ്ങനത്തെ ഫേസ് എക്സ്പ്രഷൻ വെച്ചേക്കുന്നത്? ആരോ അങ്ങനെ വെക്കല്ലേ? അങ്ങനെ വെക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാടധികം പേടിയുള്ളത് പോലാണ് തോന്നുന്നത്. നിന്റെ ഫേസ് എക്സ്പ്രഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാവോ? എന്തൊക്കെയൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ അവളെ വീണ്ടും പോയി മീറ്റ് ചെയ്താലോ? വേണ്ട, അത് പിന്നെയും പ്രശ്നമാകുമായിരിക്കും. നമ്മുടെ 2000 ഫ്രണ്ട്സും കൂടെ കരോക്കിക്ക് പോവുകയാണ്. ആണെങ്കിൽ എല്ലാ ആൾക്കാരും പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ രണ്ടാറോ വീണ്ടും അവളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാറോന്റെ ഫ്രണ്ട്സിന് മനസ്സിലാക്കിയാണ് നമ്മുടെ രണ്ടാറോയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ രണ്ടാറോന്റെ ഫ്രണ്ട്സ് അല്ല നമ്മുടെ രണ്ടാറോനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, നമുക്ക് പരിഹരിക്കാം. എന്നാൽ നമ്മുടെ രണ്ടാറോ മനസ്സിൽ വിചാരിക്കുകയാണ്, നമ്മുടെ വഗൂരിയും കിക്കിയോ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. സോ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയൊന്നും ഇവന്മാർക്ക് ഇഷ്ടമല്ല. ഈ കാര്യം ഞാനിപ്പോൾ ഇവരോട് പറഞ്ഞാൽ ഇവർ ഉറപ്പായിട്ടും അവളെ കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് നമ്മുടെ രണ്ടാരോ അവരുടെ ഫ്രണ്ട്സിനോട് പറയുകയാണ്. നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ ഉറപ്പായിട്ട് ഞങ്ങളോട് പറയണം, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ തന്നെ കാണും. നമ്മുടെ രണ്ടാറോ ബാക്കിയുള്ളവരും എല്ലാവരും കൂടെ ചേർന്നിട്ട് പാട്ട് പാടി എൻജോയ് ചെയ്യുകയാണ്. അങ്ങനെ
പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാറും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് രാത്രിയായിട്ട് വീണ്ടും ബേക്കറി തുറന്നു വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ രണ്ടാറും അകത്ത് കയറി നോക്കുന്ന സമയത്തായിരുന്നു അവിടെ നമ്മുടെ വകൂരി ഉണ്ടായിരുന്നു. എടാ നീ ഇത്ര നേരം എവിടെ ആയിരുന്നു? നിനക്ക് വേണ്ടി ഇവൾ എത്ര നേരം വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നറിയാവോ എന്ന് നമ്മുടെ രണ്ടാറും എന്റെ സിസ്റ്റർ പറയുകയാണ്. ഇല്ലെങ്കിൽ രാജകുമാരൻ എത്തിയല്ലോ. ഹേ വകൂരി, കുറച്ച് കേക്ക് ബാക്കി വന്നിട്ടുണ്ട്, നിനക്ക് വേണോ? ഓ വേണ്ട, ഞാൻ അങ്ങനൊന്നും ഒരുപാടധികം കേക്ക് കഴിക്കാറില്ല. സമയത്ത് തന്നെ അവളുടെ വയറ്റിൽ നിന്ന് ഒരുപാടധികം ശബ്ദങ്ങൾ പുറത്തു വരികയാണ്. ഓക്കെ ഞാൻ കേക്ക് തരാം എന്നിട്ട് നമ്മുടെ രണ്ടാറുണ്ട് സിസ്റ്റർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രണ്ടാറോയും വകൂരിയും കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് കേക്ക് കഴിക്കുകയാണ്. കേക്ക് കഴിക്കുന്ന സമയത്ത് വകൂരിനെ കാണാൻ ഒരുപാടധികം ക്യൂട്ടായിട്ടുണ്ടെന്ന് നമ്മുടെ രണ്ടാറും മനസ്സിൽ വിചാരിക്കുന്നു. നമ്മുടെ യൂജിനെ കുറിച്ച് വകൂരി ചോദിക്കുന്ന സമയത്ത് അവന് കുഴപ്പമൊന്നും ഇല്ലെന്ന് നമ്മുടെ രണ്ടാറും പറയുകയാണ്. അല്ല നീ എന്തിനു വേണ്ടിയാണ് ഇന്ന് ഞങ്ങളുടെ ഗേറ്റിൽ അവിടെ വന്ന് നിന്നത്? അല്ല അതെനിക്ക് അന്നേരം നിങ്ങളൊന്ന് കാണാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ അവിടെ വന്ന് നിന്നത്. സോറി, ഇനി ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നില്ല. അത് പിന്നെ വലിയ പ്രശ്നമൊന്നും ആകണ്ട. അത് കുഴപ്പമൊന്നുമില്ല, നീയല്ലല്ലോ അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ അവന്മാരില്ലേ. ഇത് മാത്രമല്ല, നിന്നെ ഞാൻ അവിടെ വെച്ച് കണ്ട സമയത്തുണ്ടല്ലോ എനിക്ക് ഒരുപാട് സന്തോഷം വന്നു. അയ്യോ, ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് മോശമായി പോയെന്നാ തോന്നുന്നത്. അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ ഉദ്ദേശിച്ചത് എന്തോ? രണ്ടുപേരുടെ ഫീലിംഗ്സ് അവർ പോലും അറിയാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുഖം നല്ല രീതിയിൽ തന്നെ ഫ്ലഷ് ആകുന്നുണ്ട്. അവർക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടാറും കേക്ക് കഴിക്കാൻ പറയുന്നു. സോ ഇത് കേട്ട് വകൂരി കഴിക്കാമെന്നും പറയാം. ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നീ എന്നെ കാണാൻ വേണ്ടി ചിതോരി ഹൈസ്കൂളിലേക്ക് വരണ്ട. കാരണം എന്ന് വെച്ചാൽ ഉള്ള ആൾക്കാർക്ക് ചിതോരി സ്കൂളിലുള്ള പഠിക്കുന്ന ആൾക്കാരെ ഇഷ്ടമല്ല. വളരെയധികം കിട്ടുന്നതായിട്ടുള്ള ഒരു ഗേൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എന്നെ പോലുള്ള ഒരു ലോക്കൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ കാണാൻ വേണ്ടി നീ വരണ്ട. ഒരു വലിയ പ്രശ്നമാകും. നിന്നെ അവിടുത്തെ കുട്ടികളൊക്കെ കളിയാക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് തന്നെ കേക്ക് നന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് വളരെയധികം വിഷമത്തോടെ വകൂരി അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. കണ്ട രണ്ടാറോ ഹേ വകൂരി എന്ന് വിളിക്കുന്നു. നിങ്ങളെ കണ്ട സമയത്ത് തന്നെ എനിക്ക് ഒരുപാടധികം സന്തോഷമായിട്ട് തോന്നി. നിന്റെ അടുത്ത് നിന്ന് ഒരുപാടധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വളരെയധികം വിഷമത്തോടെ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ രണ്ടാറോയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് അവൾ അങ്ങനെ വിഷമിച്ച് ഇറങ്ങിപ്പോയത്. ഞാൻ ഇനി എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രണ്ടാറോന്റെ സിസ്റ്റർ അങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ്, ആ വകൂരി പോയോ? നോക്കുന്ന സമയത്ത് നമ്മുടെ രണ്ടാറോ അനങ്ങാതെ ഒരു അസ്ഥികൂടത്തിനെ പോലെ വളരെയധികം പേടിപ്പിച്ച് നിൽക്കുകയാണ്. എനിക്ക് എന്ത് പറ്റി എന്ന് നമ്മുടെ രണ്ടാറോന്റെ സിസ്റ്റർ നമ്മുടെ രണ്ടാറോനോട് ചോദിക്കുകയാണ്. സോ അങ്ങനെ നമ്മുടെ രണ്ടാറോ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രണ്ടാറോന്റെ സിസ്റ്റർ ആണെങ്കിൽ രണ്ടാറോന്റെ തലക്കിട്ടൊരെണ്ണം കൊടുക്കുകയാണ്. ഒരു പെൺകുട്ടീനെ രാത്രി ഒറ്റയ്ക്ക് വിട്ടിരിക്കുന്നു ഒരുത്തൻ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതൊക്കെ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. ഒരേ ഒരു കാര്യം മാത്രമേ ആലോചിക്കുന്നുള്ളൂ, നിന്നെ ഇത്ര നാളും എല്ലാ ആൾക്കാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെ കാണുന്ന സമയത്ത് പേടിച്ചോടുകയും ചിതോരി സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ ആരോടും നിന്നെ കൂട്ടുകൂടാനും വരുന്നില്ലായിരുന്നു. എന്നാൽ വകൂരി നിന്നോട് മിണ്ടാൻ വേണ്ടി വന്നു. നിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരുപാടധികം സന്തോഷമാണ്. അത് മാത്രമല്ല, നിന്റെ കുറിവുകൾ നോക്കാതെ നിന്റെ നല്ല ഭാഗങ്ങൾ മാത്രം അവൾ നോക്കും. സമയത്തായിരുന്നു നമ്മുടെ ഹീറോയും ഒരു കാര്യം ചിന്തിക്കുന്നത്. വകൂരിക്ക് മുമ്പ് ആരും ഇതുവരെ തന്നോട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടില്ല. തന്നെ ഒരു മോൺസ്റ്ററിനെ പോലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവൾ മാത്രം എന്നെ നല്ലതായിട്ട് മാത്രമാണ് കണ്ടത്. ഞാൻ എന്തൊരു മണ്ടനാണ്. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ ഇത്രയും കാലം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുമായിട്ട് നമ്മുടെ രണ്ടാറോ തന്നെ മുഖത്ത് തന്നെ അടിക്കുകയാണ്. എന്താണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വളരെയധികം പേടിച്ച് നമ്മുടെ രണ്ടാറോന്റെ സിസ്റ്റർ നമ്മുടെ രണ്ടാറോന്റെ അടുത്ത് പോകുന്നു. ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. കുഴപ്പമില്ല, ഞാൻ ഇതെല്ലാം ഫിക്സ് ചെയ്തോളാം എന്ന് നമ്മുടെ രണ്ടാറോ പറയുകയാണ്. ദിവസം നമ്മുടെ വകൂരി കിക്കോ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ സ്കൂളിന് മുൻവശത്തായിട്ട് തന്നെ നമ്മുടെ ഹീറോ നിൽപ്പുണ്ട്. അല്ല, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? അത് ഞാൻ കുറച്ച് നേരത്തെ വന്നത്, അപ്പൊ എനിക്ക് നിന്നെ കാണാൻ വേണ്ടി സാധിക്കുമല്ലോ. മാത്രമല്ല, ഇന്നലെ രാത്രി ഞാൻ ഒരുപാടധികം നിന്നെ ഹേർട്ട് ചെയ്തു. ഇന്നലെ നിന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ തിരിച്ചെടുക്കുകയാണ്. ഞാൻ അങ്ങനെ പറയാൻ വേണ്ടി പാടില്ലായിരുന്നു. ഒന്ന് ക്ഷമിക്ക്, ഞാൻ ഇനി ഒരിക്കലും നിന്നോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പോകുന്നില്ല എന്ന് നമ്മുടെ രണ്ടാറോ പറയുകയാണ്. തന്നെ അവളാണെങ്കിൽ ഒരുപാടധികം വിഷമിച്ചുകൊണ്ട് പറയുകയാണ്, രാത്രി നിങ്ങളോട് ചെയ്തതിന് ഞാൻ ഒരുപാടധികം ക്ഷമ ചോദിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാതെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഒരുപാടധികം സെൽഫിഷ് ആയിട്ട് ചിന്തിച്ചു. അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഒരുപാട് ഹേർട്ട് ആയിട്ടുള്ളത്. നീ ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കത്തില്ല. അതൊക്കെ പോട്ടെ. ഞാൻ നിന്നോട് ഒരുപാടധികം മിണ്ടാതിന്റെ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കിക്കിയോ ഹൈസ്കൂളിനെയും ചിതോരി ഹൈസ്കൂളിനെയും ഫൈറ്റ് കാരണം രണ്ടുപേരും മിണ്ടുന്നത് കണ്ടുകൊണ്ട് ആ സ്കൂളുകൾ തമ്മിലുള്ള വലിയൊരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ ഇൻവോൾവ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാലം നിന്നോട് മിണ്ടാതിരുന്നത്. നീ എന്നോട് സംസാരിക്കുന്ന സമയത്ത് നിനക്ക് എന്നോട് സന്തോഷം വരുന്നത് പോലെ തന്നെ എനിക്കും നിന്നോട് സംസാരിക്കുന്ന സമയത്ത് ഒരുപാടധികം സന്തോഷം വരുന്നുണ്ടായിരുന്നു. കേൾക്കുന്ന സമയത്ത് നമ്മുടെ വകൂരിക്ക് ഒരുപാടധികം സന്തോഷം വരുന്നുണ്ട്. ഇത്രേക്കാലം നിന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് സ്കൂൾ ബേസ്ഡ് ആയിട്ടായിരുന്നു. ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. നീ വളരെയധികം കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങൾ വളരെയധികം സൂപ്പർ. നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നും. നമ്മൾ മിണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളുകൾ തമ്മിൽ അടിയൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടെ കണ്ണും നോക്കി അവിടെ നിന്ന് പിരിയുകയാണ്. നമ്മുടെ രണ്ടാറോ ഇപ്പൊ പഴയതുപോലൊന്നുമല്ല. പോകുന്ന വഴിയിലൊക്കെ അവൾക്ക് മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മുടെ രണ്ടാറോ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ക്ലാസ്സിൽ ഇപ്പം ആരുമില്ല. സമയത്ത് തന്നെ ജനലിൽ കൂടെ അപ്പുറത്തിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ വകൂരി നിൽപ്പുണ്ട്. നമ്മുടെ രണ്ടാറോനെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ വകൂരി അവിടെ കിടന്ന് തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഫീലിങ്സ് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല.
ജീവിതാവസാനം വരെ എനിക്ക് അവളുടെ കൂടെ നിന്നാലുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒക്കെയാണെങ്കിലും ഞാൻ ഒരുപാടധികം ഹാപ്പി ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. അവൾക്കും അതുപോലെ തന്നെയാണ്. ഞാനിപ്പം ഒരുപാടധികം ചേഞ്ച് ആകുന്നുണ്ട്, അതും അവൾക്ക് വേണ്ടി മാത്രം. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ദ ഫ്രാഗ്മെന്റ് ഓഫ് ദ ഫ്ലവർ എന്ന് പറഞ്ഞ ഈ ആനിമി സീരീസ് എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആണ്. ഞാൻ ഒരു മാസം ഈ എപ്പിസോഡിന്റെ സെക്കൻഡ് എപ്പിസോഡ് വരാൻ വേണ്ടി ഞാൻ കാത്തിരിപ്പിച്ചു. നിങ്ങൾ മിക്കവരും ആനിമി പോയി എടുത്ത് കണ്ടു കാണും. ഇതൊക്കെയാണെങ്കിലും ഇതൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ആനിമി സീരീസ് ആണ്. സോ മാക്സിമം നിങ്ങൾ ആനിമി ആയിട്ട് പോയി കാണുക, എന്നിട്ട് പറ്റുമെങ്കിൽ എൻ്റെ എക്സ്പ്ലനേഷൻ വന്നിരുന്ന് കാണുക. സോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീരീസും കൂടെ ആണ് ഇത്. സോ ഞാനിപ്പോൾ മാക്സിമം ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ആനിമി സീരീസ് എൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഡോക്ടർ സ്റ്റോൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി അടുത്തത് ഏത് ആനിമി ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്ത് പറ. നിങ്ങൾ പറയുന്ന സാധനം ഞാൻ ചെയ്യും. ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ഏത് ആനിമിക്കായിരിക്കുമോ അതായിരിക്കും ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മാക്സിമം കമൻറ്റ് ചെയ്ത് പറയാൻ വേണ്ടി ശ്രമിക്കുക. കൈക നമ്പർ 8 എപ്പിസോഡ് നാളെ വരുന്നതായിരിക്കും. അതോർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഡോക്ടർ സ്റ്റോണും നാളെ ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുക. 2 എപ്പിസോഡ് നാളെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സോ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട, അത് മറക്കല്ല. മാക്സിമം ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നമ്മുടെ വീഡിയോ ഇപ്പം 36ാമത് കിടക്കുവാണ് ഹൈപ്പിൽ. സോ നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് നമുക്ക് അങ്ങനെ കയറി പോകാൻ വേണ്ടി സാധിച്ചത്. സോ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.